കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ശക്തമായ ഇടപെടലുകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും കേരളത്തിലെ മാതൃകാ സംഘടനയായി മാറിയിട്ടുണ്ടെന്ന് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ CBPS പറഞ്ഞു. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കായംകുളം മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോവിഡ് കാലത്തെ പ്രതിസന്ധിയെ അവസരമാക്കി മുന്നേറാൻ കേരളത്തിലെ കേബിൾ ടി വി ഓപ്പറേറ്റർമാർക്ക് കഴിഞ്ഞുവെന്നും സിബി പറഞ്ഞു. കേബിൾ ടി വി ഇന്റർനെറ്റ് സേവന രംഗത്ത് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താനുള്ള ശ്രമങ്ങളെ കരുത്തുറ്റതാക്കാൻ ഓപ്പറേറ്റർമാരുടെ സമ്മേളനങ്ങളിലൂടെ കഴിഞ്ഞിട്ടുണ്ടെന്ന് സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തിയ സംസ്ഥാന സെക്രട്ടറി നിസാർ കോയാപ്പറമ്പൻ പറഞ്ഞു. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ശക്തമായ പ്രവർത്തനങ്ങളിലൂടെ സംസ്ഥാനത്തെ തന്നെ മാതൃകാ സംഘടനയായി മാറിയിട്ടുണ്ടെന്ന് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ CBPS പറഞ്ഞു. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കായംകുളം മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 40% ഇന്റർനെറ്റിലേക്ക് നമുക്ക് സംസ്ഥാന വ്യാപകമായി എത്തുവാൻ കഴിഞ്ഞിരിക്കുകയാണ്. ചിലർക്ക് 100% മുകളിലേക്ക് ഇന്റർനെറ്റ് കൊടുത്തവരായി മാറി. ഇന്റർനെറ്റിന്റെ ലാഭത്തെക്കുറിച്ച് കൃത്യമായി പഠിച്ച ഓപ്പറേറ്റർമാരെല്ലാം ആ രംഗത്ത് മാത്രം കേന്ദ്രീകരിച്ച് വലിയ കണക്ടിവിറ്റി ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അൻവട്രസിന്റെ നേതൃത്വത്തിൽ നമ്മൾ വലിയ പരിപാടികൾ, കുറേ സ്കൂളുകളിൽ സ്മാർട്ട് ക്ലാസുകൾ നിർമ്മിച്ചു കൊടുക്കുന്ന സാഹചര്യത്തിലേക്ക് മാറി. അതുപോലെ എല്ലാ വർഷവും മാധ്യമ പുരസ്കാരം ഏർപ്പെടുത്തിക്കൊണ്ട് അത്തരം രംഗത്ത് നീങ്ങി. കഴിഞ്ഞ 2 വർഷക്കാലമായി കൃത്യമായി നമ്മളുടെ ഇടയിൽ നിന്നും വിജയിച്ചു വരുന്ന മുഴുവൻ കുട്ടികൾക്കും വിദ്യാഭ്യാസ പുരസ്കാരം നൽകുന്നതിന് വേണ്ടി സംഘടന നേതൃത്വം നൽകി. ഷിയയുടെ ചരിത്രകാലം മുതൽ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സമരം നടത്തിയിട്ടുള്ളത് KSCB പ്രയുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ വർഷവും നമ്മളൊരു വലിയ സമരമുഖത്തേക്ക് പോയി. ഈ സമരങ്ങളെല്ലാം ചെയ്യുമ്പോൾ തന്നെയും കഴിഞ്ഞ LDFന്റെ ഗവൺമെന്റിന്റെ കാലത്ത് അവസാന ഘട്ടത്തിൽ നമ്മൾക്ക് 47 രൂപയായി KSCBയുടെ ചാർജ് കുറച്ചു തരുന്ന ഒരു വലിയ ഇടപെടൽ നമ്മളുടെ സംഘടനയ്ക്ക് നടത്തുവാൻ കഴിയും. കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ സഹായിക്കുന്നതിന് വേണ്ടി നമ്മളുടെ സംഘടന വലിയ കാര്യങ്ങൾ ഒട്ടനവധി ചെയ്തിട്ടുണ്ട്. അതിന്റെ ചെറിയ ഭാഗമാണ് നമ്മളുടെ സിഡ്കോ. ഫൈബർ ടു ഹോം ചെയ്യുന്നതിനും മറ്റ് സ്ലൈസിംഗ് മെഷീൻ മേടിക്കുന്നതിനും എല്ലാ കാര്യത്തിനും നമുക്ക് ലോൺ എടുക്കാവുന്ന അവസ്ഥ. കഴിഞ്ഞ സമ്മേളന കാലഘട്ടത്തിൽ ആകെ കൊടുത്ത ഇൻഷുറൻസ് തുക 3,64,67,644 രൂപയാണ്. ആക്സിഡന്റ് ഇനത്തിൽ നമുക്ക് 79,98,714 രൂപ കൊടുക്കാൻ കഴിഞ്ഞു. ഈ ഡിസംബർ മാസം വരെയുള്ളൊരു കണക്കാണ് ഞാൻ ഈ സൂചിപ്പിക്കുന്നത്. മരണാനന്തര ഫണ്ടായി 81,20,000 രൂപ കൊടുക്കാൻ കഴിഞ്ഞു. ഡിസംബറിന് ശേഷം നിങ്ങളിപ്പോ ഇവിടെ അനുശോചന പ്രമേയം വായിച്ചപ്പോൾ കേട്ട് കാണും, കഴിഞ്ഞ കൊല്ലം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ട നമ്മളുടെ സഹോദരന്മാർ എത്രയോ ആണ്. പ്രാദേശിക ചാനലുകളെ പൂർണ്ണമായും കടിഞ്ഞാനിടുന്ന തലത്തിലേക്കാണ് നമ്മളുടെ വ്യവസ്ഥിതികൾ പോകാൻ പോകും. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ വളർന്നു വന്നത് പ്രാദേശിക ചാനലിന്റെ തണലിൽ മാത്രമാണ്. നമുക്ക് ആ ചാനലുകൾ കൃത്യമായി നടത്തിക്കൊണ്ടു പോകാൻ അവകാശമുണ്ടാവണം. നമ്മളുടെ കേരള വിഷൻ ചാനൽ ഇന്ന് കേരളത്തിൽ വലിയ പേരുണ്ടാക്കാനായിട്ട് 1 വർഷക്കാലം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾക്കറിയാം, സ്കൂൾ യുവജനോത്സവം, ശബരിമലയിലെ കഴിഞ്ഞ ദിവസത്തെ മകരവിളക്ക്, മറ്റ് വലിയ സാറ്റലൈറ്റ് ചാനലുകൾ നിൽക്കുന്ന ഒപ്പം തന്നെ നിന്ന് അത്തരം പരിപാടികളെല്ലാം നടത്തുവാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കേബിൾ ഇന്റർനെറ്റ് സേവനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് തന്നെ 1ാം സ്ഥാനത്തെത്തിയ കേരള വിഷൻ രാജ്യത്ത് നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കോവിഡ് കാലത്തെ പ്രതിസന്ധിയെ അവസരമാക്കി മുന്നേറുവാൻ കേരള വിഷനും കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും കഴിഞ്ഞിട്ടുണ്ടെന്നും CBPS പറഞ്ഞു. ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ഉൾപ്പെടെ കുതിച്ചുചാട്ടം ഉണ്ടായിട്ടുണ്ട്. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന് ജീവകാരുണ്യ പ്രവർത്തന രംഗത്തുൾപ്പെടെ കുതിച്ചുചാട്ടം നടത്താൻ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന് കഴിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിലുള്ള നേട്ടങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താനും കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാനുമുള്ള പ്രവർത്തനത്തിന് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് സദാ രംഗത്തിറങ്ങണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്റർനെറ്റ് കേബിൾ ടി വി സേവന രംഗത്ത് കൂടുതൽ മുന്നേറാനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് സമ്മേളനങ്ങൾക്ക് കഴിയുന്നുണ്ടെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ സംസ്ഥാന സെക്രട്ടറി നിസാർ കോയാപ്പറമ്പൻ പറഞ്ഞു. നിങ്ങൾക്കറിയാം, നമ്മളെ ചേർത്ത് നിർത്തി നമ്മുടെ പ്രസ്ഥാനത്തെ, നമ്മുടെ ജീവിതോപാധിയായ ഈ ബിസിനസ്സിനെ സംരക്ഷിച്ച്, നമ്മുടെ കുടുംബത്തെ സംരക്ഷിച്ച്, നമ്മുടെ മക്കളെ സംരക്ഷിച്ച്, നമ്മളെ ആകമാനം സംരക്ഷിച്ചു നിർത്തുവാൻ നാം ഉണ്ടാക്കിയെടുത്ത ഈ പ്രസ്ഥാനം ഇന്ന് ജനം നെഞ്ചോട് ചേർത്ത് പിടിച്ചതാ, അല്ലേ? ഇവിടെ ശരി സൂചിപ്പിച്ച് നമ്മളെ ഓപ്പറേറ്റർമാരുടെ അവസ്ഥ നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചതാണ് ഈ കേരള ജനത. നാം പല സമരങ്ങളും ഞാൻ പറയാറുണ്ട് പലപ്പോഴും, നമ്മൾ നടത്തുന്നത് സമര സംഘടനാ ബിസിനസ് പ്രവർത്തനമാണ്. ഒരു ബിസിനസ് സംഘടനയെ സംബന്ധിച്ചിടത്തോളം സമര സംഘടന എന്ന് പറയാറില്ല. പക്ഷെ നാം നടത്താറുണ്ട് സമരം. കാരണം നമ്മുടെ ജീവിതോപാധി സംരക്ഷിക്കാൻ നാം സമരത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്.
പേ ചാനലുകൾക്കെതിരായി സമരം നടത്താറുണ്ട്, KCBയുമായി ബന്ധപ്പെട്ട് സമരം നടത്താറുണ്ട്. പലപ്പോഴും പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സമരരംഗത്തേക്ക് വന്ന് ആ സമരത്തിലൂടെ ആർജിച്ച ശക്തി, ആ ശക്തി കൊണ്ടാണ് ഇന്ന് കേരളത്തിൽ നമ്മുടെ പ്രസ്ഥാനം പിടിച്ചു നിൽക്കുന്നത്. ആ ശക്തി കൊണ്ട് നേടിയതാണ് ഇതെല്ലാം. ഈ ഇന്ത്യയിൽ വേറെ എല്ലാ സംസ്ഥാനത്തും ഈ കുത്തക കമ്പനികൾ വളരുമ്പോൾ ഈ കേരളത്തിൽ മാത്രം അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ പോകുന്നത് അത് നമ്മുടെ സംഘശക്തി കൊണ്ടാ. നമുക്കുള്ളത് സംഘശക്തിയാണ്, അവർക്കുള്ളത് പണമാണ്. ആ പണാധിപത്യത്തിനെതിരായി സംഘശക്തി സംഘടിപ്പിച്ചുണ്ടാക്കിയ പ്രസ്ഥാനമാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. ആ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി എടുത്ത തീരുമാനം നടപ്പാക്കുന്നതിന് കായംകുളം മേഖല നല്ല രീതിയിലുള്ള സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അത് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിക്കുകയാണ്. തീർച്ചയായും നമ്മുടെ ജില്ലാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ട്, ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സിപി പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല, ശക്തിപ്പെടുത്തിക്കൊണ്ട് ജില്ലയിലെ ഏകീകരിച്ച ഒരു സംവിധാനം പ്ലാറ്റ്ഫോം ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ ഓപ്പറേറ്റർമാർക്ക് എല്ലാ തരത്തിലുള്ള, ഞാൻ പറഞ്ഞ കടന്നു വരുന്ന ഏത് കുത്തകളെയും ആ ജില്ലാ സംവിധാനം ഉണ്ടാകുമ്പോൾ ആ ജില്ല കേന്ദ്രീകരിച്ച് തന്നെ ഇതിനെയൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് മാറാനുള്ള കരുത്തുണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. ആ കരുത്തുണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള കൂടിച്ചേരലുകളാണ് നമ്മുടെ സമ്മേളനങ്ങൾ. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് കേബിൾ TV ഓപ്പറേറ്റർമാരെന്നും ജനങ്ങളെ വൻകിട കുത്തകകൾ ചൂഷണം ചെയ്യാനിറങ്ങിയപ്പോൾ ശക്തമായി പ്രതിരോധം തീർക്കുവാൻ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന് കഴിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.